നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളുമായി ലൈവ് ന്യൂസ് തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഇന്നെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPIM എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമ പ്രവർത്തകനും MP-യുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. സമകാലിക മലയാളം വാരികയിലെ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിനു പിന്നാലെയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ ഈ വെളിപ്പെടുത്തലെത്തിയത്. ഒത്തുതീർപ്പിനായി CPIM നേതാക്കൾ ക്ലിഫ് ഹൗസിൽ എത്തിയെന്നും ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചത് മോളിൽ നിന്നുള്ള തീരുമാനമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിളിച്ച് പറയാമോ, സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെ വിളിച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്താ നടന്നതിനെ കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവര് വിളിച്ച് സംസാരിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ തിരുവഞ്ചൂരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ഇത്ര ചെയ്തുള്ളൂ. ഞാനത് ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യം ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ എന്താ നടന്നുള്ളത് അവരാ പറയേണ്ടത്. ഞാൻ ചോദിച്ചത് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് MP എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് തന്നെ വിളിച്ചത്. ജോൺ മുണ്ടക്കയവുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇടപെടൽ നടന്നിട്ടില്ല എന്ന് പാടെ തള്ളുകയല്ല, മറിച്ച് ജോൺ മുണ്ടക്കയുമായി ചർച്ച നടന്നിട്ടില്ല, തിരുവഞ്ചൂരുമായാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്നത് സത്യമാണല്ലേ സജോ? സ്മിത, സോളാർ സമരം ഒത്തുതീർക്കാനായി CPIM മുൻകൈ എടുത്തു എന്നതാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. അതിന് ജോൺ ബ്രിട്ടാസ് ഇടനില നിന്നു എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ആ വാദത്തെ ജോൺ ബ്രിട്ടാസ് നിരാകരിക്കുകയാണ്. അതേസമയം ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മുൻകൈ എടുത്തത് സർക്കാർ തന്നെയാണ്, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ തന്നെ വിളിക്കുന്നു. ആ ഫോൺ ചെറിയാൻ ഫിലിപ്പ് തനിക്ക് കൈമാറുന്നു. അന്ന് ചെറിയാൻ ഫിലിപ്പ് ഇടതുപാളയത്തിലാണ്. ആ ഫോൺ കൈമാറുന്നു. അതിനുശേഷം ഈ സമരം ഒത്തുതീർക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന കാര്യം അറിയിക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഫോൺ കോളുകൾ വരുന്നു. ഈ കാര്യം CPIM നേതൃത്വത്തെ ധരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഫോർമുല എന്താണ് എന്ന് നേതൃത്വം ആ വിവരം കൈമാറുന്നു. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസ്. യഥാർത്ഥത്തിൽ അതിന് മുൻപ് തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ സമ്മതിച്ചതാണ്. പക്ഷേ അതിന്റെ പരിഗണനാ വിഷയമെന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പഠനം, അത് വാർത്താ സമ്മേളനം നടത്തി അന്നത്തെ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കണം എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. ഈ കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിൽ കണ്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിൽ കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി, അന്ന് മന്ത്രിയാണ്, അദ്ദേഹവും അവിടെയുണ്ട്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PK കുഞ്ഞാലിക്കുട്ടിക്കുമൊപ്പം ജോൺ ബ്രിട്ടാസ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും കണ്ടു. ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഇത് CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ്. അത് യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ മുൻകൈ എടുത്തതാണ്. അതിന്റെ ഭാഗമായി ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. സമരം അവസാനിച്ചു. പിന്നീട് അതിനുശേഷം ചേർന്ന ക്യാബിനറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. പിന്നീട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടായി. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുൻപിൽ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം എന്നതായിരുന്നു. ആ ആവശ്യത്തിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോട്ട് പോയി, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്തു എന്നതൊക്കെ മറ്റ് രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയ്ക്ക് തന്നെ CPIM വിശദീകരിക്കേണ്ട കാര്യമാണ്. ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും അറിഞ്ഞിരുന്നോ, അതോ CPIM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയും പ്രധാന നേതാക്കളും മാത്രമേ ഇക്കാര്യം അറിഞ്ഞിരുന്നുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ചർച്ച നടന്നു, ഒത്തുതീർപ്പ് ചർച്ച നടന്നു. അത് പക്ഷേ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഏതൊരു സമരത്തിലും ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമല്ലോ, അങ്ങനെ ചില ചർച്ചകൾ നടന്നു. താൻ മാധ്യമപ്രവർത്തകനാണ്, പക്ഷേ അന്ന് CPIM നേതൃത്വത്തിന്റെ അറിവോടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ചർച്ചകളിൽ പങ്കാളിയായത്. അത് CPM ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ അതിനുശേഷം പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ ജനം മുഖ്യമന്ത്രി അടക്കം ആ സർക്കാരിനെ പിന്തള്ളി എന്നത് തന്നെ ഇതിന്റെ ആ സമരത്തിന്റെ വിജയമായി കാണണം എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ അദ്ദേഹം ജോൺ മുണ്ടക്കയത്തെ ഒരു കാര്യത്തിൽ തള്ളി പറയുന്നത്, ഏതെങ്കിലും നിലയ്ക്ക് ജോൺ മുണ്ടക്കയം ഈ സീനിലില്ല, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല ഈ ചർച്ചകൾ നടന്നത്, പകരം അത് സർക്കാർ തന്നെ, അന്നത്തെ സർക്കാർ UDF സർക്കാർ തന്നെ മുൻകൈ എടുത്തതുകൊണ്ട് ഒരു ചർച്ച നടന്നു. പകരം ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെയല്ല എന്ന് വാദിക്കുമ്പോൾ തന്നെയും ചർച്ചകൾ ഈ വഴി പിന്നാമ്പുറത്ത് നടന്നു എന്ന കാര്യം അദ്ദേഹവും സ്ഥിരീകരിക്കുന്നുണ്ട്. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ജ്ഞാനായ യാക്കോബായ മെത്രാപ്പൊലീത്തയെ സസ്പെൻഡ് ചെയ്തു. ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയസിനെതിരെയാണ് നടപടിയുണ്ടായത്. പാത്രിയാർക്കീസിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് അന്ത്യോഖ്യ പാത്രിയാർക്കീസ് ബാവ നടപടിയെടുത്തത്. മെത്രാപ്പൊലീത്തയെ അനുകൂലിച്ച് പള്ളിമുറ്റത്ത് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധം നടത്തി. പാത്രിയാർക്കീസ് ബാവയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നെന്നും ഉത്തരവിനെതിരെ കത്ത് നൽകുമെന്നും ജ്ഞാനായ യാക്കോബായ സമുദായ അസോസിയേഷൻ പറഞ്ഞു. നിങ്ങൾ അസോസിയേഷൻ മീറ്റിംഗ് 21-ാം തീയതി നടത്തിക്കോളാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. അത് വീഡിയോ കോൺഫറൻസിൽ കൂടാണ് അനുവാദം തന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചിലരെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ആരോ കൊടുത്ത ഒരു കേസ്. പരിശുദ്ധ പാത്രിക്കീസ് ബാബയ്ക്കെതിരായിട്ട് ജ്ഞാനായ സമുദായം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഞങ്ങളുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവർ കൊടുത്ത ഒരു കേസ്, ഈ കേസ് ബാബായെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തായും ജ്ഞാനായ കമ്മിറ്റിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കേസാണെന്ന്. ടോബി ജോൺസണാണ് ചേരുന്നത് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, ഇങ്ങനെ ഒരു സമുദായത്തിൽ ഉന്നത സ്ഥാനീയനായ ഒരാളെ ഇത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഒരു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും. എന്താണ് ഇതിലെത്തുന്ന ഒരു വിശദീകരണം? കൂടുതൽ കാര്യങ്ങൾ അതിൽ വ്യക്തത വരുന്നുണ്ടോ നമുക്ക്? സ്മിത, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജ്ഞാനായ യാക്കോബായ വിഭാഗത്തിൽ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന് തുടക്കം ഈ സഹായമെത്രാന്മാർ, ഒരു 3 സഹായമെത്രാന്മാരെ നിയമിക്കുന്ന ഒരു തീരുമാനം ഏതാനും നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വലിയ മെത്രാപ്പൊലീത്തയെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം, ചില തീരുമാനങ്ങൾ അവരെടുക്കുന്നു, അത് സഭയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലപാടിൽ ഈ വലിയ മെത്രാപ്പൊലീത്തയും അതുപോലെ തന്നെ അസോസിയേഷനും വരുന്നു. അങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അസോസിയേഷൻ മീറ്റിംഗ്, ഒരു യോഗം 21-ാം തീയതി ചേരാൻ തീരുമാനിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മീറ്റിംഗും അതുപോലെ തന്നെ വലിയ മെത്രാപ്പൊലീത്ത എടുക്കുന്ന തീരുമാനങ്ങളും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പാത്രിയാർക്കീസ് ബാവയെ ചിലർ അറിയിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള അസോസിയേഷൻ അംഗങ്ങളടക്കം പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ച പാത്രിയാർക്കീസ് ബാവ ഒരു നടപടി എടുത്തു എന്നാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരും അതുപോലെ തന്നെ അസോസിയേഷനും എല്ലാം പറയുന്നത്. എന്തായാലും ഈ ഒരു തർക്കം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഇടയിലാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനമടക്കം ഈ വലിയ മെത്രാപ്പൊലീത്തയുടെ കയ്യിൽ നിന്നും മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് പെട്ടെന്ന് ഉണ്ടാകുന്നത്. അതായത് 21-ാം തീയതി അസോസിയേഷൻ ചേരാനിരിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുൻപ് തന്നെ മറ്റ് ചുമതലകളിൽ നിന്നെല്ലാം തന്നെ മാറ്റുന്ന ഒരു നടപടി ഒരുപക്ഷെ മറ്റ് സഭകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു നടപടി ഇതിനു മുമ്പ് എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ ഇവിടെ ഒരു വിഭാഗം വിശ്വാസികൾ വന്ന് തടിച്ചുകൂടി പൂർണ്ണ പിന്തുണ മെത്രാപ്പൊലീത്തയ്ക്ക് അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഉത്തരവിനെതിരെ ഒരു കത്ത് നൽകാൻ തന്നെയാണ് ഇപ്പോൾ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് വന്നത്, ആരാണ് ഇതിന് പിന്നിലുള്ളത്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ പാത്രിയാർക്കീസ് ബാവ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് ഇന്ന് നൽകും. അതിന് മറുപടി ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് അസോസിയേഷന്റെയും ഒരു ഭാഗം വിശ്വാസികളുടെയും തീരുമാനം. എന്തായാലും ഈ സഹായ മെത്രാനെ വലിയ മെത്രാപ്പൊലീത്തയ്ക്ക് അപ്പുറത്തേക്ക് ചില നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ഇവിടെയുള്ളവർ അല്ലെങ്കിൽ ഈ വലിയ മെത്രാപ്പൊലീത്തയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. നേരെ തിരിച്ച് ഈ സഹായ മെത്രാന്മാരെ പിന്തുണയ്ക്കുന്നവർ അവർ പറയുന്നത് വലിയ മെത്രാപ്പൊലീത്ത പാത്രിയാർക്കീസിന് എതിരായിട്ട് അദ്ദേഹം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഇന്ന് നൽകുന്ന കത്തിന് മറുപടി എന്ത് പാത്രിയാർക്കീസ് നൽകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും വിശ്വാസികൾ മറ്റു തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെ ഈ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. വലിയ മെത്രാപ്പൊലീത്തയെ പിന്തുണയ്ക്കുന്നവരെല്ലാം തന്നെ സഭാ ആസ്ഥാനത്ത് സംഘടിക്കുകയും ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് അവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ ഒരു ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. സ്മിത, ജ്ഞാനായ യാക്കോബായ വിഭാഗം മെത്രാപ്പൊലീത്തയ്ക്കെതിരായ നടപടിയിൽ വലിയൊരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. ടോബി ജോൺസണാണ് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലൈവ് ന്യൂസ് തുടരുകയാണ്. ആം ആദ്മി പാർട്ടി MP നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന FIR-ൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭാവ് കുമാർ 8 തവണ കരണത്തടിച്ചുവെന്ന് FIR-ൽ പരാമർശമുണ്ട്. നെഞ്ചിലും അടിവയറ്റിലും ചവിട്ടിയെന്നും പ്രകോപനമൊന്നുമില്ലാതെയാണ് മർദ്ദനമെന്നും FIR-ലുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, FIR-ലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ വലിയ ഗൗരവമേറിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നു അല്ലേ കാര്യങ്ങൾ? സ്മിത, ഗൗരവമേറിയതും ഗുരുതരമായ ആരോപണമാണ് സ്വാതി മലിവാൾ ഈ FIR ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ തന്നെ മുഖ്യമന്ത്രിയുടെ PA വിഭവ് കുമാർ
അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഏതാണ്ട് 8 തവണ കരണത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും അതോടൊപ്പം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി ഈ എഫ്ഐആറിൽ പറയുന്നു. പലതവണ കരണത്തടിച്ചു എന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം തന്നെ വലിച്ചഴിച്ചാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന ഒരു ആരോപണം പറയുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് വിഭവ് കുമാറിനെതിരെ ചോദ്യം ചെയ്യാനടക്കമുള്ള നടപടികളിൽ കടക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ പോലീസ് വിഭവ് കുമാറിന്റെ വസതിയിൽ എത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലെ CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് വിഭവ് കുമാറിന്റെ വസതിയിലെത്തിയത്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിഭവ് കുമാർ അതിന് തയ്യാറായില്ല. മാത്രമല്ല വനിതാ കമ്മീഷന്റെ നോട്ടീസ് വിഭവ് കുമാർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരുപക്ഷെ വനിതാ കമ്മീഷൻ നേരിട്ട് വീട്ടിലെത്തും പോകുമെന്നാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഓരോ ദിവസം വീണ്ടും ഈ സംഭവത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയും ശക്തമായി രംഗത്തുണ്ട്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിങ്കളാഴ്ച മരിച്ച 13-കാരിക്ക് വെസ്റ്റ് നൈൽ പനി എന്നാണ് സ്ഥിരീകരണം എത്തുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഈ മരണം വെസ്റ്റ് നൈൽ തന്നെ എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ? ഹാസ്മിത, ഈ മാസം ആദ്യം 4 പേർക്ക് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവർ വേഗം തന്നെ രോഗമുക്തരായി. ഇതോടെ ആശങ്ക അകന്നു എന്ന് കരുതിയതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച ബേപ്പൂർ സ്വദേശിയായ 13 വയസ്സുകാരിക്ക് വെസ്റ്റ് നൈൽ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെയാണ് പരിശോധനാ ഫലം പുറത്തു വന്നത്. ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മരിക്കുന്നത്. ഈ ആരോഗ്യ വിഭാഗത്തിന് സംശയം തോന്നിയതോടെയാണ് ഈ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചത്. ഇന്നലെയാണ് സ്രവ സാമ്പിൾ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. അപ്പോഴാണ് വെസ്റ്റ് നൈൽ ബാധിച്ചാണ് മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി എന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ സമാന ലക്ഷണങ്ങൾ ഉണ്ടോ എന്നതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സ്മിത, ശരി. കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരണം, വെസ്റ്റ് നൈൽ ബാധയിൽ ആണ് 13 വയസ്സുകാരി മരിച്ചതെന്നുള്ള സ്ഥിരീകരണവും എത്തുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കും. ഇന്ന് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ മഴ, ശക്തമായ കാറ്റ്, മിന്നൽ, അതുപോലെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഈ മഴ? സ്മിത, തീർച്ചയായും സംസ്ഥാനത്തെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ശക്തമായ മഴ, അത് അടുത്ത ഒരാഴ്ച കാലത്തേക്ക് സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാടും മലപ്പുറത്തും നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം തിങ്കളും ചൊവ്വയുമാണ്. തിങ്കൾ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളും ചൊവ്വയും നിലവിൽ 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ ഈ 2 ദിവസവും ഓറഞ്ച് മുന്നറിയിപ്പ് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. നേരത്തെ ചോദിച്ചതുപോലെ ഇടിമിന്നലിന് സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മലയോര മേഖലയിലാണെങ്കിൽ മഴ കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ തുടരേണ്ടതുണ്ട്. ഒപ്പം ഭരണ സംവിധാനങ്ങൾ കൂടി ഈ ജാഗ്രതയ്ക്കനുസരിച്ച് ഉണരേണ്ടതുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് തൃശ്ശൂരിലേക്കൊന്ന് പോവുകയാണ്. അവിടെ സൂരജ് സജിയുണ്ട്. സൂരജ് സജിക്കൊപ്പം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇന്നെത്തിയ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കറിയാം. ആഴ്ചകളിലായിട്ട് ആ ലേഖനം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ ലേഖനം വന്നതിന് ശേഷമാണ്, അതിൻ്റെ അവസാനത്തെ ലക്കം വന്നതിന് ശേഷമാണ്
ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം തന്നെ സമൂഹത്തിൽ വന്നത്. പക്ഷേ ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്, എല്ലാം കൃത്യതയോടുകൂടി എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് അസാധാരണമായ ഒരു സമരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത് നടത്താൻ തീരുമാനിച്ചു. അവരുടെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഒരു മുന്നണിയെ സംബന്ധിച്ച് ഒരിക്കലും അത് അംഗീകരിക്കാനേ കഴിയില്ല. അവർ പ്രഖ്യാപിച്ച് രാജിവെപ്പിച്ചേ വരൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊരു സമരം ആരംഭിച്ച് അവർ നേരെ സമരമായിട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുവശം ഞങ്ങൾ നോക്കും. കാരണം ഗവൺമെൻറ് നിൽക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ എടുത്തു. തിരുവനന്തപുരം പട്ടണത്തിൽ താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ജനപ്രവാഹം ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രഖ്യാപനം. ഞങ്ങളും സാധാരണഗതിയിൽ അതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യേണ്ട ചില നടപടികളെ കുറിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിനകത്ത് മന്ത്രിമാരെ കയറ്റില്ല, മുഖ്യമന്ത്രിക്ക് അവിടെ എത്താൻ കഴിയില്ല, അതിനോടൊപ്പം തന്നെ അവിടെ ക്യാബിനറ്റ് കൂടാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഒരു പിടിവാശി പോലെ നടത്തിയതാണ്. അങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ? ഇപ്പോൾ 8 വർഷമായി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രിയെ കയറ്റുകയില്ല, ഞങ്ങൾ ക്യാബിനറ്റ് കൂടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കക്ഷി, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി, ഇതുപോലുള്ള നടപടികൾക്ക് വന്നിട്ടുണ്ടോ? അപ്പോൾ അസാധാരണമായ ഒരു സമരത്തിന് വേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ആ തയ്യാറെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇവർക്കെല്ലാം യാത്രയയപ്പ് കൊടുക്കുകയാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ പോകുന്ന സമരസഖാക്കളുടെ വോളണ്ടിയേഴ്സ്, അവർക്കെല്ലാം രക്തഹാരം കൊണ്ട് അവരെയെല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അവരെ ട്രെയിനിൽ കയറ്റി നേരെ തിരുവനന്തപുരത്ത് വിടുകയാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് മുഖ്യമന്ത്രി രാജിവെപ്പിച്ചിട്ടേ മടങ്ങി വരുള്ളൂ എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. ഞങ്ങൾ അതിനോട് യോജിച്ചില്ല. ഞങ്ങൾക്കെന്നല്ല, കേരളത്തിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും ഡിമാൻഡായിരിക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമരം വന്നാൽ ആ സമരത്തോട് ആർക്കെങ്കിലും പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട നടപടികളൊക്കെ എടുത്തു. ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്നോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടൊരു സമരം തീർക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹം ഉണ്ടായതായി ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയായി തീർത്തു എന്നുള്ളതാണ്. റിസൾട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റിസൾട്ടിൽ ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. LDF-ന്റെ താല്പര്യപ്രകാരമായിരുന്നോ ഇതിനകത്ത് ചർച്ച? ഇപ്പൊ സ്വാഭാവികമായിട്ടാണ് അതിശക്തമായ ചർച്ച, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം മറ്റേ സെക്രട്ടറിയേറ്റ് ചുറ്റും വളയ, അത് കെടുപ്പും എല്ലാം അവിടെയായിരുന്നു, ഭക്ഷണമേഖലയൊക്കെ അവിടെയായിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന് LDF-ന്റെ CPM-ന്റെ നേതാക്കൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണല്ലോ ഇപ്പൊ അങ്ങ് പറയുന്നതിന്റെ അടിസ്ഥാനം ആണോ? അല്ല, സമരം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇത് താല്പര്യമില്ലായിരുന്നു എന്ന് ഏതെങ്കിലും LDF നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ച രീതിയെക്കുറിച്ച് അവരാരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? സമരത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും അതങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ എന്താ അനുമാനിക്കേണ്ടത്? അവരുടെ എല്ലാം കൂടിയുള്ള കൺസൾട്ടേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെയൊരു ഫീലർ വന്ന് എന്ന് തന്നെയല്ലേ. ചർച്ച നടത്തിയിട്ടുണ്ട്, അത്തരത്തിലൊരു ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ അന്ന് നമ്മളുടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കൈരളിയുടെ ലേഖകനായി, അവര് കൈരളിയിലെ ഉദ്യോഗസ്ഥനാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നതേയില്ല. ഏതായാലും ആത്യന്തികമായ ഒരു കാര്യം വിചാരിച്ചോളൂ. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. രാജി എന്ന് പറയുന്നത് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് സമ്മതമായിരുന്നു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സിറ്റിംഗ് ജഡ്ജി വേണം എന്നുള്ളത് അവർ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി സമ്മതിക്കുമെങ്കിൽ എന്നൊരു പ്രൊവൈസോ ഞങ്ങൾ വെച്ചു. ഹൈക്കോടതി സമ്മതിക്കാതെ വന്നപ്പോൾ റിട്ടയർഡ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തി. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ അറിവോടുകൂടിയായിരുന്നു ഇത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നത്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് ആരും നെഗറ്റീവായി പറഞ്ഞിട്ടില്ലല്ലോ. സമരം തീർന്നതിന് ശേഷം ഏതെങ്കിലും ഒരാള് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രീ ജോൺ മുണ്ടക്കൈ എഴുതുന്ന ലേഖനം എഴുതുന്നത് വരെ ഇതൊരു കോൺട്രവേഴ്സി പോലും അല്ലല്ലോ. ആരും അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ.
ഒരു സമരം ഉരുണ്ടുകൂടി സ്വാഭാവികമായിട്ട് ആ സമരം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സ്മൂത്തായിട്ട് ഒരു നടപടി എടുക്കണം എന്ന് ഗവൺമെന്റിന് തോന്നി. ഗവൺമെന്റ് ആ രൂപത്തിൽ മുന്നോട്ട് പോയി. ഞങ്ങൾ പറഞ്ഞ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് സമരം നടത്താമെന്ന ആളുകൾക്കും സന്തോഷമായി കാണുമെന്നുള്ളതാണ് എൻ്റെ ചർച്ച. എല്ലാവരും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നത് ശരിയല്ല. നമ്മളിപ്പോ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയോ അവരെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയോ അവരെ അല്ലെങ്കിൽ ചെറുതാക്കി ജനമധ്യത്തിൽ എത്തിക്കുകയോ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ലല്ലോ ഞാനത് ചെയ്യില്ല. ഞാനും പൊതുപ്രവർത്തകനാണ്. ഞാനൊരാളുടെ യശസ്സിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുകയില്ല. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് തോന്നി, മുഖ്യമന്ത്രിക്ക് തോന്നി. ഞങ്ങൾ അതിനനുസരിച്ചുള്ള കൂട്ടായ യത്നം നടത്തി. ആ യത്നം സക്സസ്ഫുൾ ആയി. ഈ സമരം അവസാനിക്കേണ്ടത് അടിസ്ഥാനപരമായി തുടങ്ങിയവരുടെ താല്പര്യമായിരുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത്, അതോ സമരത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ താല്പര്യമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീർന്നു. ഒരു വ്യാഴവട്ടത്തോട് അടുക്കാറായി. ഇനിയിപ്പം നമ്മളതിനകത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് പഴയ പ്രമുഖന്മാരെ, അവരെ ഇന്ന് വളരെ വളരെ പ്രമുഖന്മാരായി നിൽക്കുന്ന ആളുകളാണ്, അവരെ അധിക്ഷേപിക്കാനുള്ളൊരു നടപടിയായി ഞാനത് പറയുന്നത് ശരിയല്ല. എന്താണ് എന്റെ പേരെന്താ? എന്ത് കാര്യത്തിൽ ഒത്തുതീർപ്പ്? അല്ല, സമരം അവസാനിപ്പിക്കാൻ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ? സമരം അവസാനിപ്പിക്കാനായിട്ട് നടപടി എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടി ഏകപക്ഷീയമായി എടുത്ത കാര്യം തീരത്തുമില്ലല്ലോ. അതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് അപ്പുറത്തുണ്ടാവുകയോ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇടപെടാനുള്ള ചാൻസ് എങ്കിലും കിട്ടുന്നത്. എന്തോ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് കോളിന്റെ പ്രശ്നം ഇല്ലല്ലോ. ഞാൻ ചോദിച്ച ഫസ്റ്റ് കോൾ എന്ന് നമ്മൾ പറയുന്നത് ഇഷ്യൂ തീർന്നോ? അങ്ങനെയല്ല. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്. ശാന്തമായി നിൽക്കുന്നൊരു സ്ഥലം, ഇവിടെ ഒരു ചെറിയൊരു കാറ്റ് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ ഇലാടുക. ഈ ചെറിയ കാറ്റ് അത് എവിടെ നിന്നാണ് ആദ്യം വന്നത്? ഏതായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇവിടെ ചാർട്ടർ ഓഫ് ഡിമാൻഡ് അവർ എഴുതി തന്നിട്ടില്ലേ? തന്നു. ഒരു പച്ച മഷിയുള്ള പെന്നുകൊണ്ടാണ് ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ് എഴുതിയിട്ടുള്ളത്. അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും സമരം വന്ന് പൊട്ടിപ്പുറപ്പെട്ടു. സമരം വന്നുപെട്ടത് എന്താ? യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലോട്ടാണ് അഡീഷണലായിട്ടൊരു പുതിയ ഫോഴ്സ് കൂടി ഒരു 10,000-15,000 20,000 ആളുകളും കൂടെ വരുന്നത്. അങ്ങനെ വന്നാൽ അവിടുത്തെ ജനജീവിതം എന്താകും? ഒരു ദിവസം ആ സമരത്തിന് നിൽക്കാൻ പറ്റുമോ? ആ സമരം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമരം തീർക്കുക എന്നുള്ളത് അവരുടെയും സമരത്തെ ഇവിടെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയടക്കം ഞാനടക്കം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊതു താല്പര്യമായിരുന്നു. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. അല്ല, അത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു വ്യാഴവട്ടാകാൻ പോകുന്നു ആണല്ലോ. ഞാൻ കൊടുങ്കാറ്റ് പോലെ വന്നു, അവസാനം മന്ദമാരുതനായിട്ട് പോയില്ലേ? അതിനുള്ള ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ. അത് കോൺഗ്രസിന്റെ ക്രെഡിറ്റ് ആണ്, UDF-ന്റെ ക്രെഡിറ്റ് ആണ് സമരം തീർത്തത്. എങ്ങനെയാ ആ സമരം തീർത്തത്? കോൺഗ്രസിന്റെയും UDF-ന്റെയും ക്രെഡിറ്റ് ആണ്. ഞാൻ ക്രെഡിറ്റ് എന്ന് പറയുന്നില്ല. സമരം ചെയ്ത ആളുകൾ സമരത്തിന് അവർ മുന്നോട്ട് വന്നു. ഞങ്ങൾ തൃപ്തികരമായ രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തു. ഞാൻ പറയുന്ന അർത്ഥം കേട്ടോണം. റെസ്പോണ്ട് ചെയ്തു, സമരം അവസാനിച്ചു. UDF കൊണ്ടുവന്ന സ്ട്രാറ്റജിയില് LDF വീണു എന്നു ഞാൻ പറയില്ല. കാരണം അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഒരു മേജർ രാഷ്ട്രീയ കക്ഷി. ഞങ്ങൾ ഉണ്ടാക്കുന്ന വെട്ടിനകത്ത് അവർ വീണു എന്ന് ഞാൻ പറയുന്നത് ശരിയാണോ? അതല്ല. അവർക്ക് അവരുടേതായ നിലപാട്. കാരണം ആ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം അഡീഷണലായിട്ടൊരു 10,000, 10,000, 20,000 ആളുകൾക്ക് അവർക്ക് എന്താ പ്രാഥമിക കർമ്മം നിറവേറ്റാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തെക്കുറിച്ചായിരിക്കില്ല അവർ തുടക്കം തന്നെ പ്ലാൻ ചെയ്തത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്.
സോളാർ സമരത്തിലെ പുതിയ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കൊടുങ്കാറ്റു പോലെ വന്ന സമരം അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യമുണ്ടായത്. അത് ആ രീതിയിൽ തന്നെ മന്ദമാരുതനായി അത് പോകുന്ന രീതിയിലേക്ക് നല്ല റിസൾട്ട് തന്നെയാണ് അതിലുണ്ടാവുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം എത്തിയത്. ഇതോടെ ഈ ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.